നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്, എല്ലാം കിഴിക്കത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. യെസ്, മനസ്സിലൊന്നുമില്ല കേട്ടോ. ഇന്ന് വളരെ സീരിയസ് ആണ്. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇത് ഞങ്ങൾ ഇന്നലെ ചെയ്തതാണ്. മേ ബി ഇതിപ്പോൾ എങ്ങനെ പറയും, ഇത് നാളെ ഇടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വരുന്നെങ്കിൽ മറ്റന്നാളാവും. ഇന്നലെ ചെയ്ത വീഡിയോ ആണ്, അതാണ് ഇപ്പൊ വന്നേക്കുന്നത്. അത്രേ ഉള്ളൂ. ബുദ്ധിയുള്ളവരെ കൊണ്ട് ആരെങ്കിലും വിളിച്ച് പറയിപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ വെറുതെ കഷ്ടപ്പെട്ട്. ഓക്കെ, എന്തായാലും കിഴി എപ്പിസോഡിലേക്ക് കിടക്കാം. ഫസ്റ്റ് വേണം ഞാൻ എന്തൊക്കെ ഒരു സാധനം കൂടി ഇട്ടിട്ടൊക്കെ വരാമെന്ന് കരുതി. എന്തായിരുന്നത്? പോട്ടെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് ഇത് പോരട്ടെ അല്ലേ? ഹിറ്റ്ലർ സിനിമയിലെ ഡയലോഗ് പറഞ്ഞു, ഹിറ്റ്ലർ വരും, ഫൈറ്റ് ചെയ്യും, മരണം വരെ ഫൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഫസ്റ്റ് വൺ നരിവേട്ട. നമുക്ക് തുടങ്ങല്ലേ? നരിവേട്ട സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പോസ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. നായികയുടെ പേര് അറിഞ്ഞൂടാ, എന്തായാലും ഇതാണ് പോസ്റ്റർ. സിനിമ സംവിധാനം ചെയ്യുന്നത് അനുരാജ് മനോഹർ. നരിവേട്ട നമ്മുടെ ടൊവിനോ തോമസ് നായകനാവുന്ന സിനിമയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുത്തങ്ങ വിഷയമാണ് ഇതിൻ്റെ സബ്ജക്റ്റ്. അടുത്തത് ലൈക്ക്. സിനിമയുടെ പുതിയ പോസ്റ്റർ, അതായത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ തന്നെയാണ്. അതെ, ലവ് ഇൻഷുറൻസ് കമ്പനി. വിഘ്നേഷ് ശിവനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രദീപ് രംഗനാഥനാണ് നായകൻ. ഓക്കെ അല്ലേ? കൃതി ഷെട്ടി ആളാണ് നായിക. ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് മരണമാസ്. അമ്പോ, മരണമാസം കേട്ടോ. ഇതാണ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? ശരിക്കും ബേസിലാണെന്ന് തോന്നിയില്ലായിരുന്നു. രണ്ടാമത് നോക്കിയിട്ടാ മനസ്സിലായത്. സത്യമായിട്ട് പറയാം, അത് പിന്നീട് ഇത് മരണമാസ് ടൈറ്റിൽ കണ്ടപ്പോ മരണമാസ് ബേസിലുള്ള സിനിമയാണല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ സൂം ചെയ്ത് നോക്കണത്. അപ്പോഴാണ് ബേസിൽ ഞെട്ടിച്ച ലുക്ക്, ശരിക്കും ഹെയർ സ്റ്റൈല്, പിന്നെ താടി കൊടുത്ത രീതി, പിന്നെ ആളുടെ മുഖത്തുള്ള ഭാവം, കുറച്ച് വൈബ് പരിപാടിയാണ്. മാമയിലാണ് കാർത്തിക്കും. എന്തായാലും പ്രൊഡ്യൂസർ നമ്മുടെ ടൊവിനോ തോമസ് ആണ്. സംവിധായകന്റെ പേര് ശിവപ്രസാദ്. വിഷു റിലീസ് ആയിട്ടോ വരാൻ നിൽക്കുന്നത്. അയ്യോ, അപ്പൊ ഏപ്രിലല്ലേ വിഷു വരുന്നത്? ഏപ്രിൽ മാസം ഏപ്രിൽ. സായി അബങ്കർ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. വിജയിന്റെ കൂടെ വിജയ്ക്ക് കൈ കൊടുത്തിട്ടുണ്ട്. അറിയാലോ. ഇതുപോലെ ഇനി ഇത് കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടണ്ട കേട്ടോ. $1 million പിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റഫു പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ, അല്ല പ്രശസ്ത എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ, യൂട്യൂബർ, പ്രശസ്ത റിവ്യൂവർ അലിൻ ജോസ് പെരേര ആണോ പ്രശസ്ത? ഈ സാധനം ഞാൻ അവിടെ കേട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ചോദിച്ചു പോയത് അറിയാണ്ട്. അലിൻ ജോസ് പെരേരന്റെ പേര് ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞ, ഈ ഒരു സാധനം ഞാൻ അവിടെ കേട്ടിട്ടുള്ളൂ, പ്രശസ്ത റിവ്യൂവർ എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് ഞാൻ കേട്ടിട്ടില്ല, വേറെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അവോയ്ഡ് സ്റ്റുപ്പിഡിറ്റി. ഓക്കെ, അതെല്ലാവരും ആയിക്കോട്ടെ. എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്താലും പിന്നെയും കയറി അത് എന്താന്നുള്ളത് ഇതുവരെ മനസ്സിലായില്ല. സുക്കർബർഗിനൊന്ന് കാണേണ്ട ഒരു അത്യാവശ്യമാണ്. ഓക്കെ, ഇത് വരാതിരിക്കാൻ ഇവിടെ പിടിച്ച് നിൽക്കേണ്ടത്. എന്താണെങ്കിലും കണ്ടന്റ് പറഞ്ഞായിരുന്നു ഞാൻ. ഇല്ല, അതന്നെ വിജയന്റെ കൂടെ കൈ പിടിച്ചു നിൽക്കുന്ന ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്തായിരുന്നു പറഞ്ഞത്? $1 million. അതൊക്കെ ഞാൻ പറഞ്ഞു. ആണോ? ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അടുത്ത കിഴി കാന്ത സിനിമയുടെ നായികയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. ഭാഗ്യശ്രീ ബോസ് ആളാണ് ഇതിൽ നായികയായിട്ട് വരുന്നത്. മരണപ്പെടുന്ന ഒരു ക്യാരക്ടറിലെ ലക്ഷ്മി, അത് ശരിക്കും നായികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൊല്ലുന്ന നായകൻ TVK, അതായത് നമ്മുടെ ദുൽഖറിൻ്റെ ക്യാരക്ടർ. ലക്ഷ്മികാന്തൻ എന്നുള്ള പേര് നമ്മൾ കരുതിയപ്പോൾ നമ്മളെന്താ കരുതിയത്? ലക്ഷ്മികാന്തൻ എന്ന് പറയുന്നത് മറ്റേ റാണാദഗുപതിന്റെ ക്യാരക്ടർ അല്ല. ലക്ഷ്മി എന്ന് പറയുന്നത് റാണാദഗുപതി അല്ലേ? ഞാൻ ഇപ്പോഴും അതാ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ്, ഈ ലക്ഷ്മികാന്ത എന്ന് പറഞ്ഞത് ലക്ഷ്മി
ആയിട്ട് നായിക ഉം. ഏത് ആ. നമ്മുടെ ഭാഗ്യശ്രീ ബോസാണ് ചെയ്യുന്നത്. ആ ഓക്കെ. ആള് കൊല്ലപ്പെടുന്ന കഥ, അതായത് കൊല്ലുന്ന ആള് നമ്മുടെ തമിഴ്നാട്ടിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ TVK, അതായത് ത്യാഗരാജ് ഭാഗവതർ. ആ മനസ്സിലായോ? ആ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ എന്താണെന്നറിയോ, ആ കാന്ത എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ റാണാദഗോതി ചെയ്യുന്നു. ആള് വേറെ ഏതോ ഒരു ക്യാരക്ടറാണ്. ആണോ? അത് ആളുടെ വൈഫായിട്ടായിരിക്കും ഇത് ലക്ഷ്മി എന്ന് പറയുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലല്ല, അത് നമ്മുടെ ദുൽഖറിന്റെ പേരാണ്. ആ എന്താണെങ്കിലും അല്ലാന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം, സിനിമ വരട്ടെ. അടുത്തത് ഹരിഹര വീരമല്ലു. അടിപൊളി. സിനിമയുടെ സെക്കൻഡ് സിംഗിൾ വരുന്നു ഫെബ്രുവരി 24-ന് 3 മണിക്ക് കേട്ടോ. ഓക്കെ, കാത്തിരിക്കാം. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസിൽ 2 ഒന്നാണത്. ഓജിക്ക് ശേഷം അതിന് നേരെ താഴെ കിടക്കുന്നത് ഹരിഹര വീരമല്ലുവാണ്. അതായത് പവൻ കല്യാൺ സിനിമകളിൽ കേട്ടോ. ഓക്കെ, അടുത്ത കിഴി രേഖാചിത്രം. ആസിഫ് അലി നായകനായ സിനിമയാണ്. സിനിമയിലെ നായിക അനശ്വര രാജ്. സിനിമ OTT വരുന്നുണ്ട്, സോണി ലീവിൽ. കൂടുതലും മറ്റേ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഈ ഹരിഹര വീരമല്ലു പോലും എല്ലാം അങ്ങനെ വന്നിരിക്കുന്നതാണ്. ലവ് സോങ് ഒക്കെ ആയിരിക്കും. കാന്ത അങ്ങനെയാണ്. പിന്നെ അടുത്തത് മരണമാസം അങ്ങനെയല്ല കേട്ടോ. ആലപ്പുഴ ജിംഖാന. ഓക്കെ, ഇതും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പോസ്റ്റർ ആണ്. പിടിച്ചു വെച്ചേക്കുവാ. എങ്ങനെ ചീറ്റ് ചെയ്യാൻ പിടിച്ചു വെച്ചേക്കുന്നോടത്ത് 3 തലം കാലും പിടിച്ചിട്ട് തോള് കയറി. മറ്റേ നമ്മുടെ വിക്രമാദിത്യന്റെ തോളിലെ വേതാളം പോലെ. പിന്നെ എങ്ങനെ ചീറ്റ് ചെയ്യും? അത് വിടണ്ടേ? ചീറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണ്ടേ? വിട്ടാലല്ലേ ചീറ്റ് ചെയ്യാൻ പറ്റൂ. അൻവർ റഷീദ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അൻവർ റഷീദ് തിരിച്ചറിഞ്ഞിട്ടില്ല തോന്നുന്നു. അതായത് ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പോസ്റ്ററാണ് ആള് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിന് പോസ്റ്റർ ഇല്ല, ക്യാപ്ഷൻ മാത്രമേ. ഹാഷ്ടാഗും മറ്റേത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ മറന്നു ഇയാള് പോസ്റ്റർ. എന്നിട്ട് കമന്റ്സ് അത് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ചൊരണ്ടേ കിട്ടൂല കപ്പ. ഞാൻ വേറെ സ്ക്രീൻ കാർഡ് വരെ ഒട്ടിച്ചപ്പോ ചൊരണ്ടിട്ട് തോള വീണപ്പോഴാണ് മനസ്സിലായത് സ്ക്രീൻ കാർഡ് പോയത്. അതെ, അതിന് മുമ്പ് മനസ്സിലായി ഇത് പൊളിഞ്ഞപ്പോ. അപ്പൊ അപ്പോഴേക്ക് ഞാൻ കമന്റ് ബോക്സിലേക്ക് പോയി. കമന്റ് ബോക്സ് പറയുന്നത് എന്താണെന്നറിയോ? അല്ല അണ്ണ പോട്ടോ ഉട്ടുതുണി അറിയില്ല. അതേപോലെ ഫോട്ടോ ഇടാതെ ഹാഷ്ടാഗും കൊടുത്ത് ക്യാപ്ഷനും കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഈ രീതിയിലുള്ള ശ്രദ്ധയാണ് ആൾക്ക് വേണ്ടത്. വലിയൊരു സംവിധായകനല്ലേ? ഇത്ര ശ്രദ്ധ ഇല്ലാത്ത ഒരാളാണ് എങ്ങനെ ഒരു സിനിമ കൊണ്ട് കൊടുക്കുന്നത്? നീ കോമഡി ആയിട്ട് എടുത്തിട്ടില്ലല്ലേ? MMN സിനിമ ഡൽഹിയിൽ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്ക ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റില്ല് വന്നിട്ടുണ്ട്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ചാക്കോച്ചൻ, ഫഹദ് ഫാസിൽ ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ നയൻതാര ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും ഡൽഹി ഷെഡ്യൂളിൽ ലാലേട്ടനും ജോയിൻ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. 2 ആഴ്ചത്തെ ഷെഡ്യൂൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ലാലേട്ടനും അടുത്ത് തന്നെ ജോയിൻ ചെയ്യായിരിക്കും. അടുത്തത് കൂലി സിനിമയില് രജനികാന്തും അമീർ ഖാനും സിംഗിൾ സ്ക്രീനിൽ വരുന്നുണ്ട്. ഒറ്റ ഫ്രെയിമില്. സിംഗിൾ ഫ്രെയിമില് 2 പേരും എത്തും. അമ്പോ സീൻ എന്തായിരിക്കും? കൂട്ടൂര സാധനമായിരിക്കും, ഭീകര സാധനമായിരിക്കും. പ്രത്യേകിച്ച് അത് ലോകേഷ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഇവരുടെ 2 പേരും ക്യാരക്ടർ എന്താണെന്നുള്ളതൊക്കെ ഏകദേശം ഒരു പുറത്തു വന്ന സാധനങ്ങളാണല്ലോ. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോ കൊടൂരായിരിക്കും. ആദ്യം പറഞ്ഞ പോലെ ഒരു മരണമാസ ഐറ്റം ഇവിടെ കാണാൻ പറ്റും. അത് തിയേറ്റർ ഉറപ്പാ. അടുത്ത കിഴി ഭ്രമയുഗം സിനിമ ലണ്ടൻ ഫിലിം സ്കൂളിൽ പഠന വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് പിള്ളേർക്ക്. സിനിമ എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. അതിന്റെ ഒരു വീഡിയോ വന്നപ്പോ ഞാൻ വിചാരിച്ചു, സത്യത്തിൽ ഞാൻ വിചാരിച്ചു ആരോ എഡിറ്റ് ചെയ്ത് കാലം വിട്ടതാണ്. അതായത് വിശ്വസിക്കാൻ അപ്പം അങ്ങനെ വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോഴല്ലേ ഇത് മറ്റേ
റിപ്പോർട്ടർ ചാനലിലൊക്കെ ഉണ്ട് വരുന്നത്. അത് ഷസാമും ഞാനും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഷസാം പറഞ്ഞേ ക്യാപ്റ്റൻ അമേരിക്കല്ലേ ആള് കണ്ട് കൂതറ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂതറ സാധനം, അത് സ്ക്രിപ്റ്റ് ഇല്ലായ്മ അതിൻ്റെയൊക്കെ പോട്ടെ, ഇതിങ്ങനെ നമ്മൾ റെഡി ആയിട്ടിരുന്നോ റെഡി എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ അഭിനയിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ മാർവലൊക്കെ കണ്ടുപിടിക്കേണ്ട സമയമായി. പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ ശരിക്കും മാർവൽസിനൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്ക്. ശരിക്കും എന്താ പറയാന്നറിയോ, ഇന്ത്യൻ സിനിമയില് മലയാള സിനിമേന്റെ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. കാരണം ഒരു ഇന്ത്യയുടെ എത്രയോ ഇന്ത്യൻ സിനിമയിലെ എത്രയോ താഴെ കിടക്കുന്നതാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. അവിടുന്ന് ഒരു സിനിമ കൊണ്ടുപോയിട്ട് ലണ്ടൻ ഫിലിം സ്കൂളിൽ പഠിക്കാനുള്ള വിഷയമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് സ്ക്രീനിൽ. അത് വലിയ ഇൻഡസ്ട്രി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളാണ് ഏറ്റവും ചെറുത്. ബോളിവുഡാണ് ഏറ്റവും വലുത്. പിന്നെ ടോളിവുഡ് കോളിവുഡ് ഇതൊക്കെ വലിയ വലിയ ഇൻഡസ്ട്രികളാണ്. കന്നഡ അത്യാവശ്യം ചെറുത് തന്നെയായിരുന്നു, പക്ഷെ നമ്മുടെ മലയാളത്തിൻ്റെ മുകളിൽ തന്നെയായിരുന്നു അന്നും. പക്ഷെ ആ മലയാള സിനിമ ക്വാളിറ്റിയുള്ള സിനിമ നിർമ്മിക്കുന്നുണ്ട്. ആ ലെവലിൽ നമ്മളെപ്പോഴും വലുതാണ്. അപ്പോൾ അത് തെളിയിക്കുന്നൊരു സംഭവം കൂടിയാണിത്. ഓരോരുത്തർക്കും അതെ, ബ്രഹ്മയുഗം അവിടെ പഠന വിഷയമാക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഉണ്ടല്ലോ. അതൊക്കെ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, സത്യം. വെറും 4-5 കഥാപാത്രങ്ങൾ, ഒരേ ഒരു ലൊക്കേഷൻ, അവിടെ വെച്ചിട്ട് ഇമാതിരി ഒരു അർത്ഥവത്തായ സിനിമയും. അത് പറയേണ്ടത് എന്താ പറയാ, ഒന്ന് ആദ്യം എടുത്തു പറയേണ്ടത് മമ്മൂക്ക, അതെ, പിന്നെ നമ്മുടെ രാഹുൽ സദാശിവൻ അംഗീകരിച്ചേ പറ്റുള്ളൂ രണ്ടുപേരും. ഇനി എത്രയൊക്കെ ഹേറ്റേഴ്സ് ഇനി എന്ത് കരഞ്ഞു കൂവി കാറി കിടന്നിട്ടും കാര്യമില്ല, ആ സിനിമ അതൊരു ബെഞ്ച് മാർക്ക് തന്നെയാണ് മലയാള സിനിമേന്റെ. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ആ സിനിമ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സോറി വേണ്ട, അത് അതിലേക്ക് വേറെ പോകുന്നില്ല. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നല്ല നെഞ്ചും വിരിച്ച് പറയാം ഞങ്ങളുടെ മലയാള സിനിമയാണ്. അതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം.